11 സുപ്രധാന കരാറുകൾ നയതന്ത്ര ബന്ധം സമഗ്ര പങ്കാളിത്തത്തിലേക്ക് ഉയർത്തി ഇന്ത്യയും സ്ലോവാക്യയും. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചരിത്രപരമായ സ്ലോവാക്യൻ സന്ദർശനത്തിനിടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം സമഗ്ര പങ്കാളിത്തത്തിലേക്ക് ഉയർത്തി. ബ്രാറ്റിസ്ലാവയിലെ ചരിത്ര പ്രസിദ്ധമായ കോട്ടയിൽ വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സ്ലോവാക്യൻ പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയും തമ്മിൽ നടത്തിയ ഉഭയകക്ഷി പ്രതിനിധിതല ചർച്ചകൾക്ക് ശേഷമാണ് ഈ പ്രഖ്യാപനം ഉണ്ടായത്. 1993 സ്ലോവാക്യ സ്വതന്ത്ര രാജ്യമായതിനു ശേഷം ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഇവിടെ സന്ദർശനം നടത്തുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദം കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി പ്രതിരോധം, ഡിജിറ്റൽ സാങ്കേതികവിദ്യ, തൊഴിൽ, കുടിയേറ്റം, ആരോഗ്യം, ശാസ്ത്ര ഗവേഷണം തുടങ്ങി വിവിധ മേഖലകളിലായി 11 സുപ്രധാന കരാറുകൾ ഇരു നേതാക്കളും ഒപ്പുവെച്ചു. ഇരു രാജ്യങ്ങളിലെയും പ്രതിരോധ വ്യവസായങ്ങൾ തമ്മിലുള്ള സംയുക്ത ഗവേഷണവും ഉൽപാദനവും വർദ്ധിപ്പിക്കുന്നതിനായി ലെറ്റർ ഓഫ് ഇന്റന്റ് കൈമാറി. ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ, സൈബർ സെക്യൂരിറ്റി, പോസ്റ്റ് ക്വാണ്ടം ടെക്നോളജി എന്നിവയിൽ സംയുക്ത പ്രവർത്തനമുണ്ടാകും. സ്ലോവാക്യൻ യൂണിവേഴ്സിറ്റിയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനായി ഒരു പ്രത്യേക ഇന്ത്യ ചെയർ സ്ഥാപിക്കാനും ധാരണയായിട്ടുണ്ട്. കൂടാതെ ഓട്ടോമൊബൈൽ, റെയിൽവേ, ഗ്രീൻ ഹൈഡ്രജൻ, സിവിൽ ന്യൂക്ലിയർ എനർജി എന്നീ മേഖലകളിൽ പുതിയ നിക്ഷേപങ്ങൾക്ക് തുടക്കമിടും. ഇന്ത്യൻ ബഹിരാകാശ മേഖലയിലേക്ക് സ്ലോവാക്യൻ കമ്പനികളെ പ്രധാനമന്ത്രി മോദി സ്വാഗതം ചെയ്തു. കഴിഞ്ഞ വർഷം കാശ്മീരിലെ പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിൽ സ്ലോവാക്യ ഇന്ത്യക്ക് നൽകിയ ശക്തമായ പിന്തുണയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയോട് പ്രത്യേകം നന്ദി അറിയിച്ചു. ഭീകരവാദത്തിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം തുടരുമെന്ന് ഇരു നേതാക്കളും സംയുക്ത പ്രസ്താവനയിൽ വ്യക്തമാക്കി. അതേസമയം സ്ലോവാക്യയുടെ തലസ്ഥാനമായ ബ്രാറ്റിസ്ലാവയിൽ എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അഭൂതപൂർവമായ വരവേൽപ്പാണ് ലഭിച്ചത്. സ്ലോവാക്യൻ സംസ്കാരത്തിന്റെ പ്രൗഢി വിളിച്ചോതുന്ന പരമ്പരാഗതമായ അപ്പവും ഉപ്പും നൽകി രാജ്യം ഇന്ത്യയുടെ നായകനെ സ്വീകരിച്ചു. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ തലവനോടുള്ള ആദരവ് സൂചകമായാണ് ഈ പരമ്പരാഗത ചടങ്ങ് അവിടെ അരങ്ങേറിയത്. ഈ അപൂർവ സ്വീകരണത്തിന്റെ ചിത്രങ്ങൾ പ്രധാനമന്ത്രി മോദി ഉടനടി തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ പങ്കുവയ്ക്കുകയുണ്ടായി. ബ്രാറ്റിസ്ലാവിലെ സ്വീകരണത്തിൽ പരമ്പരാഗതമായ അപ്പവും ഉപ്പും അർപ്പിക്കുന്ന ചടങ്ങ് ഉൾപ്പെട്ടിരുന്നു. ഇത് സ്ലോവാക്യയുടെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തിന്റെയും അവർ വിലമതിക്കുന്ന സൗഹൃദത്തിന്റെയും മൂല്യങ്ങളുടെയും മനോഹരമായ പ്രതിഫലമാണെന്നും അദ്ദേഹം കുറിച്ചു. സ്ലോവാക്യയിലെ ഏറ്റവും പഴക്കം ചെന്നതും വിശിഷ്ടവുമായ ആചാരങ്ങളിൽ ഒന്നാണ് ബ്രെഡ്സാഡ് ചടങ്ങ്. സന്ദർശകരായി എത്തുന്ന മറ്റ് രാഷ്ട്രത്തലവന്മാർക്കും അതിവിശിഷ്ട അതിഥികൾക്കും വേണ്ടി മാത്രമാണ് സ്ലോവാക്യ ഈ ആചാരം നീക്കിവെച്ചിരിക്കുന്നത്. അതിഥികളോട് രാജ്യം പുലർത്തുന്ന പരമാവധി ആദരവും ബഹുമാനവുമാണ് ഇതിലൂടെ പ്രകടമാകുന്നത്. ഇന്ത്യയുടെ വരുന്ന ആഗോള പദവിക്ക് ലോകരാഷ്ട്രങ്ങൾ നൽകുന്ന പ്രാധാന്യമാണ് ഈ സ്വീകരണത്തിലൂടെ ഒരിക്കൽ കൂടി വ്യക്തമായത്. ഈ ആചാരത്തിന് പിന്നിൽ മനോഹരമായ ചില സങ്കല്പങ്ങളുണ്ട്. സ്വീകരണ ചടങ്ങിലെ അപ്പം സമൃദ്ധിയെയും ഐശ്വര്യത്തിന്റെയും അതിഥിക്ക് ഒരിക്കലും പട്ടിണി കിടക്കേണ്ടി വരരുതെന്ന ആഗ്രഹത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. അതേസമയം ഉപ്പ് എന്നത് മൂല്യം, സൗഹൃദം, പരസ്പര വിശ്വാസം, സംരക്ഷണം എന്നിവയെ പ്രതിനിധീകരിക്കുന്നു. ഇന്ത്യയും സ്ലോവാക്യയും തമ്മിൽ വരാനിരിക്കുന്ന ആഴമേറിയ സൗഹൃദത്തിന്റെ പ്രഖ്യാപനം കൂടിയ ഈ ചടങ്ങ് മാറി. ഫ്രാൻസിലെ നൈസ് നഗരത്തിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി നടത്തിയ വിജയകരമായ ഉഭയകക്ഷി ചർച്ചകൾക്ക് ശേഷമാണ് പ്രധാനമന്ത്രി മോദി സ്ലോവാക്യയിലെത്തിയത്. ഇത് ഇന്ത്യയുടെ ശക്തമായ വിദേശ നയത്തിന്റെ ഭാഗമാണ്. 2025 ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപദി മുർമു സ്ലോവാക്യ സന്ദർശിച്ചിരുന്നു. അതിനു പിന്നാലെ പ്രധാനമന്ത്രിയും എത്തിയതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം പുതിയൊരു തലത്തിലേക്ക് ഉയർന്നു. സ്ലോവാക്യയിലെ വിജയകരമായ സന്ദർശനം പൂർത്തിയാക്കിയ ശേഷം ഫ്രാൻസിലെ എവിയനിൽ നടക്കുന്ന പ്രശസ്തമായ G7 ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി മോദി തിരിക്കും. ലോകത്തെ ഏറ്റവും സ്വാധീനമുള്ള വികസിത രാജ്യങ്ങളുടെ കൂട്ടായ്മയായ G7ലേക്ക് ഇന്ത്യയെ ക്ഷണിക്കുന്നത് തന്നെ ആഗോള സമ്പദ് വ്യവസ്ഥയിൽ ഇന്ത്യക്കുള്ള അനിഷേധ്യമായ സ്ഥാനം കൊണ്ടാണ്. സ്ലോവാക്യയിലെ ചരിത്രപരമായ വരവേൽപ്പ് മുതൽ G7 ഉച്ചകോടി വരെയുള്ള ഈ യാത്ര ഇന്ത്യ ഇന്ന് ലോകത്തെ നയിക്കുന്ന ശക്തിയായി മാറിക്കഴിഞ്ഞുവെന്ന യാഥാർത്ഥ്യത്തിന് അടിവരയിടുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.